അതിനപ്പുറം തുടങ്ങി അതിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ ജീവിതം കല്യാണമെന്ന ഒരു വസ്തുവിൽ കുടുങ്ങി കിടക്കുന്നതാണ്. അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം നോക്കുക. പ്രണയിക്കാൻ മക്കളോട് പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞതാണ്, പ്രണയിക്കാൻ മക്കളോട് പറഞ്ഞോളൂ. പക്ഷേ റൈറ്റ് പേഴ്സണെ പ്രണയിക്കാൻ പറയുക. വൺ പേഴ്സൺ ക്യാൻ മെസ് യുവർ ഹോൾ ലൈഫ് എന്നാണ്. നിങ്ങൾ ഒറ്റ വ്യക്തി സ്ത്രീകളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ നശിപ്പിക്കും. സംശയമുണ്ട്. ഒറ്റ വ്യക്തി മതി. ഒറ്റ വ്യക്തി പുരുഷനാണ്. നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി നശിപ്പിക്കും. റൈറ്റ് പേഴ്സൺ അല്ല. അതിന് നേരത്തെ പാസ്വേഡ് ഇല്ലാന്ന് പറഞ്ഞ ഭർത്താവ് നല്ല ഭർത്താവ് ആയിക്കോട്ടെ, ഞാൻ തമാശ അവിടെ പോയി ചോദിച്ചാൽ ആ വ്യക്തി നല്ല ആളായിരിക്കും. റൈറ്റ് പേഴ്സൺ അല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയും. ഞാൻ ഈ പോഷാക്റ്റും നിങ്ങൾക്കുള്ള പറയേണ്ട അവകാശങ്ങൾ പറഞ്ഞു. ഡിവോഴ്സ് കിട്ടില്ല എന്ന് മക്കളോട് പറയുക. ഡിവോഴ്സ് കിട്ടില്ല, നിയമം നിങ്ങൾക്ക് അനുവദിച്ച് തരില്ല. അതുകൊണ്ട് റൈറ്റ് പേഴ്സണെ ചൂസ് ചെയ്യാൻ പറയുക. ഹി വിൽ പുഷ് പറയുക. അവൻ നിന്നെ മുകളിലേക്ക്, ഏറ്റവും മുകളിലേക്ക്, ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ദൂരത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്ന ഒരുവനാണെങ്കിൽ മാത്രം ചൂസ് ചെയ്യുക. ഒരു നിർബന്ധവും ഇല്ല വിവാഹം. പുരുഷൻ തരുന്നതല്ല സ്വാതന്ത്ര്യം. പുരുഷൻ തരുന്ന സ്വാതന്ത്ര്യം കാത്തു നിൽക്കേണ്ടതില്ല. പുരുഷനോട് പറഞ്ഞോളൂ, ഞാൻ ഇന്നൊരു സ്ഥലത്ത് പോവുകയാണ്. കുഴപ്പമില്ല, ഭർത്താവ് പോകുമ്പോൾ പറയട്ടെ, ഞാൻ ഇന്ന സ്ഥലത്ത് പോവുകയാണ്. പൊക്കോ പൊക്കോ, പോകണ്ടെന്ന് നിങ്ങൾ പറയുന്നില്ലല്ലോ. ആര് പോകുമ്പോഴും പൊക്കോളാൻ പറയുക. പറഞ്ഞോളൂ. അനുമതി കൊണ്ട് കാത്തു നിൽക്കരുത്. ഈ പെണ്ണുങ്ങളിൽ ഭർത്താവിന്റെ അനുമതി കൊണ്ട് കാത്തു നിന്നു. ദൈവത്തോർത്ത് മകന്റെ അനുമതി കൊണ്ട് കാത്തു നിൽക്കരുത്. അവൻ ഒരിക്കലും പോകുന്നില്ല. അത് മനസ്സിലാകും. നിങ്ങളുടെ ഭർത്താവ് ഇത്രയും കുറച്ച് എക്സ്പീരിയൻസെങ്കിലും അതുപോലും ഇല്ലാത്തൊരു മകൻ നിയന്ത്രിക്കുന്ന കണക്കിൽ നിന്നുകൊണ്ടാണ് 45-50 വയസ്സ് കഴിയുമ്പോൾ സ്ത്രീകൾ കറങ്ങുന്നത്. ഇതെല്ലാം നമ്മൾ എന്താക്കി വെച്ചാൽ മിഥ്യാധാരണകളാണ്. നിങ്ങൾക്ക് ആർക്കും സ്വാതന്ത്ര്യം തരാൻ ആരുടെയും കയ്യിലില്ല. എൻ്റെ കയ്യിലില്ല നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാൻ, അവരുടെ കയ്യിലുമില്ല. നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾ എടുക്കുക. കാത്തു നിന്നാൽ സമൂഹം നിങ്ങളെ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അവരെന്ത് പറയും. അവരെന്തെങ്കിലും പറയട്ടെ. ആ പറയുന്നവരും ഈ പറയുന്നവരും ദാ പറയുന്നവരും നിങ്ങളോടല്ല പറയുന്നത്, നിങ്ങളുടെ അടുത്ത വീട്ടിലെ ചേച്ചിയോടാണ്. അവർ തമ്മിൽ പറഞ്ഞിരുന്നോട്ടെ. നിങ്ങളോട് പറയുന്നില്ലല്ലോ, നിങ്ങൾ കേൾക്കാൻ നിൽക്കണമെന്നില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ കാത്തിരിക്കാതിരിക്കുക. ഭർത്താവിനനുസരിച്ച് പോട്ടെ, മകനനുസരിക്കാൻ കാത്തിരിക്കാതിരിക്കുക. അതിനുള്ള ബോധവും അറിവും അനുഭവവും പരിചയവുമായി നിങ്ങൾ 2 ലോകവും കണ്ടു കഴിഞ്ഞു. അടുത്ത മാർച്ച് 8 ആകുമ്പോഴേക്കും നിങ്ങൾ ഒരു